മലപ്പുറത്ത് മഞ്ചേശ്വരത്ത് യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. താൻ കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ചെക്കിങ്ങിനിടെ അദ്ദേഹത്തെ പിടിക്കുകയും പോലീസ് ഫൈന് 500 രൂപ പറയുകയും ചെയ്തു. അദ്ദേഹം അത് കുറക്കാൻ വേണ്ടി 250 രൂപയാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം അഭ്യർത്ഥിച്ചു. അങ്ങനെ ഒടുവിൽ പോലീസ് 3 വട്ടം അദ്ദേഹത്തെ കവിളത്താണ് അടിച്ചത്. ആ കവിളത്തെ അടിച്ചത് മാത്രമല്ല, അദ്ദേഹത്തെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസിനെതിരെ പരാതിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു ബലമായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ സംരക്ഷണത്തിനും നമ്മളെ സേവിക്കാൻ വേണ്ടി നിൽക്കേണ്ട പോലീസ് അധികാരം ദുരുപയോഗം ചെയ്ത് അതിക്രമമാക്കുന്ന രീതിയിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ഇതിനെ നിയമവശം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെയുള്ള വെച്ച് അഴിമതി നടത്തുന്ന രാഷ്ട്രീയക്കാരനെ ഇതുപോലെ റോഡിന്റെ പരിസരത്ത് വെച്ച് പിടിക്കില്ല. ഏതെങ്കിലും മാഫിയകളെ ഇതുപോലെ പിടിക്കില്ല. കാരണം അവർക്കറിയാം അതിന് കോൺസിക്വൻസസ് അവർ നേരിടേണ്ടി വരും. ഇനി ഈ അധികാരം വെച്ച് ഇവർ ദുർവിനിയോഗം ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ ഇതിന്റെ നിയമവശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആര്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21 പ്രകാരമാണെങ്കിൽ ഒരാളുടെ ജീവനും അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കേണ്ടത് നിയമത്തിന്റെ ബാധ്യതയാണ്. അതേപോലെ കേരള പോലീസ് ആക്ട് സെക്ഷൻ 7 പ്രകാരം പോലീസ് തന്റെ അധികാരം ഉപയോഗിച്ച് ഇവിടെയുള്ള പൊതുജനങ്ങളെ ഒരിക്കലും ചൂഷണം ചെയ്യാൻ നിൽക്കരുത് എന്നാണ്. അതേപോലെ IPC സെക്ഷൻ 341, അതായത് റോങ്ഫുൾ റിസ്ട്രെയിൻ, ഒരാളെ വഴിയിലേക്ക് പോകുമ്പോൾ ആ വഴിയിൽ തടസ്സം സൃഷ്ടിക്കൽ. അതേപോലെ IPC സെക്ഷൻ 506 ക്രിമിനൽ ഇന്റിമിഡേഷൻ, ഒരാളെ ഭയപ്പെടുത്തി ഒരു സംഭവത്തിൽ ചെയ്യിപ്പിക്കലോ അതിൽ നിന്ന് പിൻവാങ്ങിപ്പിക്കലോ, ഇതെല്ലാം ഇതിന്റെ പരിധിയിൽ പെടുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അധികാരം ഉപയോഗിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥരോ അധികാരികളോ ആരുമാകട്ടെ, അത് ജനങ്ങൾക്കെതിരെ അതിക്രമമായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നിയമവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കേണ്ടതാണ്. ഇതേപോലെയുള്ള പല അവസരങ്ങളിലും സാധാരണക്കാരന്റെ പക്ഷത്ത് ശരികൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അവർ ശക്തരായതിന്റെ പേരിൽ നമ്മൾ എപ്പോഴും മൗനം പാലിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മളെ അവകാശങ്ങളെ തീർത്തും തിരിച്ചറിയേണ്ടതാണ്. അവകാശങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഭയമില്ലാതെ ജീവിക്കാം. ഇസ്മി മുഹമ്മദ് ഫലാഹ് സൈനിങ് ഓഫ്. ബൈ ബൈ.